നമ്മുടെ ചലച്ചിത്ര രാഷ്ട്രീയ മേഖലയിലെ രണ്ട് പ്രമുഖ വ്യക്തികൾ സുകുമാർ അഴീക്കോടും അന്തരിച്ച ജയനും അവർ നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഇന്നത്തെ സമകാലിക സംഭവങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നുള്ള ഒരു ചെറിയ പരിശ്രമം. ആരാണ് പൂരം കളിക്കുന്നത്? തൃശ്ശൂർ പൂരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടവുകൾ 18 കഴിഞ്ഞ് കരിമ്പൽ കയറി ഇതാ ഇവിടെ വരെ എത്തി അങ്ങാടിയിലൂടെ ചുറ്റി നടക്കുന്ന എനിക്ക് ചോദിക്കാനുള്ളതാണ്, ആരാണ് ഈ പൂരം കളിക്കുന്ന ഉത്തരവാദി? ഞങ്ങളൊക്കെ പൂരം കളിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മരിച്ചിട്ട് 42 കൊല്ലമായി. അന്നത്തെ കാലത്തൊന്നും ഇങ്ങനെ പൂരം കളിക്കലോ വെടിക്കെട്ടോ ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും അന്വേഷിക്കണമെന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ദയവ് ചെയ്ത് പറയാനുള്ളത്. അടുത്തതായിക്കോട്ടെ, കേരള രാഷ്ട്രീയത്തിലെ ഒരു ഉജ്ജ്വല താരമായി വളർന്ന് വികസിച്ച് വരികയാണല്ലോ നമ്മുടെ സ്വതന്ത്ര MLA അൻവർ. അൻവർ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം അനവരതം പോരാടട്ടെ എന്നാണ്. ഞങ്ങളൊക്കെ മലയാളവും ഇംഗ്ലീഷും പഠിപ്പിക്കുന്ന സാറന്മാരാണ്. അൻവർ എന്ന പടത്തിലെ വാർ എന്ന പദം ഒഴിച്ചു നിർത്തിയാൽ അൻവർ എന്ന പടത്തിലെ വാർ എന്നത് യുദ്ധം എന്നാണല്ലോ അർത്ഥം. പിണറായി വിജയനോടുള്ള ഒരു യുദ്ധം തന്നെയാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നു. ശങ്കരക്കുറുപ്പ് ഭാഷയെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചിട്ടുമുണ്ട്. അദ്ദേഹം എഴുതിയ 2 വരി എനിക്ക് ഓർമ്മ വരികയാണ്. പ്രാണസഖി മുറുക്കൂ മുറുക്കൂ പ്രാണപ്രേയസി പാടൂ മധുരമായി എന്ന്. വീണക്കമ്പി മുറുക്കൂ മുറുക്കൂ എന്ന അനശ്വരതയിൽ നിന്നും അഗാധതയിൽ നിന്നും അദ്ദേഹം പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ അൻവറിനോടാണ് എന്നുള്ള ചോദ്യമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ വരികൾ ആവർത്തിക്കുന്നു. പ്രാണപ്രേയസി പാടൂ മധുരമായി വീണക്കമ്പി മുറുക്കൂ മുറുക്കൂ എന്ന്. അത് അനശ്വരതയുടെ ഗാനമാണ്, ഏകാന്തതയുടെ ഗാനമാണ്. അത് ഈ അൻവർ കടമെടുത്തിട്ടാണോ എന്നറിയില്ല. അനവരതം അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപനം ഓരോരോ ദിവസം തുടരുകയാണ്. വൈലോപ്പള്ളി മാഷപ്പറ്റിയൊക്കെ ഞങ്ങൾ പാടാറുണ്ട്, പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി ഹാ കുലീനമംഗളം നെഞ്ചു കയറി ഞാൻ നേരിനെ കാട്ടാമെന്ന വരിയുണ്ട്. അതെനിക്ക് ഓർമ്മ വരുന്നത് ഈ അൻവർ അദ്ദേഹത്തിൻ്റെ ഈ പ്രയാണം തുടരട്ടെ എന്നാണ്. അദ്ദേഹം പറയുന്നത് പോലെ പുഞ്ചിരി കുലീനമാ കള്ളമാണെങ്കിൽ അദ്ദേഹം നെഞ്ചു തുറന്ന് നേരിനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ ദിവസവും വിവിധങ്ങളായ സംഭവങ്ങളെപ്പറ്റി അദ്ദേഹം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്വതന്ത്ര MLAക്ക് ഇങ്ങനെ ആകാമെങ്കിൽ എനിക്ക് പണ്ട് മരിച്ചുപോയ എന്നോട് ഞാൻ സ്വയം ചോദിക്കുകയാണ്, എനിക്ക് എന്തൊക്കെ ആകാമായിരുന്നു. ഏതായാലും കേരളത്തിലെ സാംസ്കാരിക ലോകത്തിനൊരു കനത്ത ഇടി തന്നെയായിട്ടുണ്ട് ഈ അൻവറിൻ്റെ ഈ വീരരോധനം.